ഡെയിലി തോട്ട്സിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. വിശുദ്ധ പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 25-ാം വാക്യം. തൈലക്കാരൻ്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം. തൈലക്കാരൻ്റെ വിദ്യപ്രകാരം ഉണ്ടാക്കിയ പ്രത്യേകമായ ഒരു അഭിഷേക തൈലം. ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റങ്ങൾ വരുത്തുവാൻ, നന്മകൾ നൽകപ്പെടുവാൻ അഭിഷേക തൈലത്തെ ഉപയോഗപ്പെടുത്തുന്നു. അത് ചില ശുദ്ധീകരണത്തിന് വേണ്ടി, ചില അധികാര കൈമാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട്, ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുവാൻ, ചിലയിടത്ത് രോഗശാന്തിയും സംരക്ഷണവും ലഭിക്കുവാൻ തൈലക്കാരൻ്റെ വിദ്യപ്രകാരം തൈലം അഥവാ അഭിഷേക തൈലം ഒരു മനുഷ്യനെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരും. ഈ ദിവസത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ നൽകപ്പെടും, വലിയ വ്യത്യാസങ്ങളെ നൽകപ്പെടും. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവാലയ കർമ്മങ്ങൾക്ക് പ്രത്യേകമായ അഭിഷേക തൈലം ഉപയോഗിച്ചെങ്കിൽ പുതിയ നിയമ വിശ്വാസികൾക്ക് ദൈവം തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് ഉറപ്പിക്കുമെന്നുള്ളതിന് സംശയമില്ല. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന ദിവസം അഭിഷേക തൈലം നിങ്ങളെ ബലപ്പെടുത്തും, ഉറപ്പിക്കും, സംരക്ഷിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഇന്നത്തെ ദിവസം മുഴുവനും ദൈവം ഇവരെ ആശീർവദിക്കും, അനുഗ്രഹിക്കും, സഹായിക്കണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേക തൈലം ഒരു മനുഷ്യനെ രൂപാന്തരത്തിലേക്കും മാറ്റത്തിലേക്കും അധികാരത്തിലേക്കും അവകാശത്തിലേക്കും കൊണ്ടുവരപ്പെടുമ്പോൾ ഇന്ന് ദൈവകൃപയിൽ ശരണപ്പെട്ട് ഇന്നത്തെ ദിവസത്തിൽ അവർ അനുഗ്രഹത്തോടെ കാണപ്പെടാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക സംരക്ഷണം, പ്രത്യേക അനുഗ്രഹം ഇവർ ഇന്നത്തെ ദിവസം അനുഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ചയക്കുന്നു. ദൈവിക തേജസ്സും സാന്നിധ്യവും നിറഞ്ഞു നിൽക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.